Hi viewers, welcome to another episode of Lakshmi's Cooking Stories. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇന്ന് ഈ ഫെസ്റ്റീവ് സീസണിൽ നമുക്കൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ചെയ്താലോ? ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കലാക്കണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ലോങ് പ്രോസസ്സിലും തയ്യാറാക്കാം. മിൽക്കും ഷുഗറൊക്കെ ചേർത്തിട്ട് ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് കലാക്കണ്ട് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ ഒന്ന് പുരട്ടി കൊടുക്കുകയോ ചെയ്താൽ മതി. കാരണം ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല, എന്നാലൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ 400 ഗ്രാം പനീർ മിക്സിയിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഞാനിവിടെ നെസ്ലയുടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പാൽപ്പൊടി ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ. ഇനി അതിലേക്ക് ഒരു ടിൻ മിൽക്ക് മെയ്ഡ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 380 ഗ്രാമാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നല്ല റിച്ച് ആയിട്ടുള്ള സ്വീറ്റാണ്. വിശേഷ അവസരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിമിലേക്ക് വയ്ക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിമിലേക്ക് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ മിക്സ്ചർ ഇതാ അടുപ്പിലേക്ക് വെച്ചു. ഇനി ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം. ലോയിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല, എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ഇത് ഇളക്കി കൊടുക്കണം. ഏതാണ്ട് 5 മിനിറ്റോളമായിട്ടുണ്ട്. ഇത് കുക്കായി വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി വിതറി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഫ്ലെയിം വളരെ ലോയിൽ തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സർ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അരിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒരു സ്പൂൺ കൊണ്ടിത് ഒരുപോലെ ഇങ്ങനെ നിരത്തി ഷേപ്പാക്കി എടുക്കാം.
ഇനി നമുക്കതിലേക്ക് കുറച്ച് ആൽമണ്ട്സും പിസ്തയും കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ആൽമണ്ട്സ് നിറച്ചിങ്ങനെ, നിങ്ങളതിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ള നട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, നട്ട്സാണ്. ഇനി നമുക്ക് കുറച്ച് പിസ്ത ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കലാക്കണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിരുന്നു കുറച്ച് ടൈം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണിത്. നമുക്കിതെങ്ങനെ പ്രിപ്പയർ ആയി നോക്കാം. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സ്ലൈസസ് ആക്കാം. നമുക്കിത് നമ്മളുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിന്ന് തയ്യാറാക്കിയ കലാക്കണ്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ സിമ്പിൾ മെത്തേഡാണ്, എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ദീപാവലി ആയിട്ട് എല്ലാവരും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.